പ്യാരെ ബച്ചോ ആദാബ്. സുഖല്ല എല്ലാവർക്കും. 6ാം ക്ലാസ്സിലെ യൂണിറ്റ് 4 യൂണിറ്റ് 4 ദിൽ മിലായെ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യൂണിറ്റിലെ 0 പേജിൽ നൽകിയിട്ടുള്ള ചിത്രമാണ്. യൂണിറ്റിന്റെ പേര് ദിൽ മിലായെ എന്നതാണ്. ഈ യൂണിറ്റിന്റെ ഈ ചിത്രത്തില് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നന്നായി നോക്കുക. താഴെ 2 വരി നൽകിയിട്ടുണ്ട്. ആ 2 വരി ഇതാണ്: ജഹാ നഫ്രത് കി ദീവാരെ ഗിരെ വഹാ മൊഹബ്ബത് കി ഖുൽ ഖിലെ എന്നതാണ്. ജഹാ നഫ്രത് കി ദീവാരെ ഗിരെ, എവിടെയാണോ വെറുപ്പിന്റെ ചുമരുകൾ തകർന്ന് വീഴുന്നത്, പൊളിഞ്ഞു വീഴുന്നത്, വഹാ മൊഹബ്ബത് കെ ഖുൽ ഖിലെ, അവിടെ സ്നേഹത്തിന്റെ പൂമൊട്ടുകൾ വിരിയും എന്നാണ് ഈ 2 വരിയുടെ അർത്ഥം. വളരെ മനോഹരമായ 2 വരികൾ. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോവാം. സബക്ക് 12. ജമീൽ ചട്ടി ജമാഅത്ത് മേ പഠിത്താ ഹെ. ജമീൽ എന്ന് പറയുന്ന കുട്ടി ഉണ്ടായിരുന്നു. ഓ ചട്ടി ജമാഅത്ത് മേ പഠിത്താ ഹെ. ഓ 6ാം ക്ലാസ്സിലാണ് പഠിക്കണേ. നസം ഖാനി കെ മുഖാബലെ മേ വോ അവൽ ആയ. പദ്യപാരായണ മത്സരത്തിലെ, പദ്യം ചൊല്ലൽ മത്സരത്തില് അവൻ 1ാം സ്ഥാനം ലഭിച്ചു. ഗർ ആക്കർ അമ്മിക്കോ ഖുഷ് ഖബരി ദി. വീട്ടിൽ വന്നിട്ട് അവൻ അവന്റെ ഉമ്മായോട് ഈ സന്തോഷ വാർത്ത അറിയിച്ചു. അമ്മീനെ ഉസേ ഗിലെ ലഗായ. അമ്മി അവനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ച്. ഖുഷ് ഹോക്കർ വോ അപ്പിനെ ഭായി ജാൻ കെ നാം ഖത്ത് ലിഖ്താ ഹെ. സന്തോഷത്തോടു കൂടി അവന് അവന്റെ ഭായി ജാന് കത്തെഴുതുകയാണ്. അപ്പൊ കത്ത് എന്നുള്ളത് ഖബറേം ദൂസരോं तक पहुंचाने का पहुंचाने का एक जरिया है. നമ്മുടെ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമാണ് കത്ത് എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് കത്ത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. എന്നാൽ പണ്ട് കാലത്ത് മൊബൈൽ ഫോണും ഇമെയിൽ സൗകര്യങ്ങളും വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഇങ്ങനെയുള്ള ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഇല്ലാതിരുന്ന ആ സമയത്ത് പൊതുവായി എല്ലാവരും യൂസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗം കത്ത് തന്നെയായിരുന്നു. ഇവിടെ നല്ലൊരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? ഈ ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ട്? ഡാക്ക്ഘർ ഉണ്ട്. ഡാക്ക്ഘർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡാക്കിയ പോസ്റ്റ് മാൻ ഉണ്ട്. അതുപോലെ തന്നെ ഡാക്ക് ബോക്സ് അല്ലേ? ഡാക്ക് ബോക്സ് ഉണ്ട്. നമ്മൾ കത്താണ് വായിക്കാൻ പോകുന്നത്. ആപ്കെ ഇന്തിസാർ മേ, നിങ്ങളെയും കാത്ത്, താങ്കളെയും കാത്ത് എന്നതാണ് ഇതിന്റെ അർത്ഥം. കാട്ടൂർ എന്നത് സ്ഥലത്തിന്റെ പേരാണ്. കാട്ടൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, ഇവിടെ ഒരു കാട്ടൂർ എന്നുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ വളരെ പ്രശസ്തനായ ഉറുദു കവി, കേരളത്തിലെ ഉറുദുവിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന സയ്യിദ് മുഹമ്മദ് സർവർ എന്ന SM സർവർ ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കാട്ടൂർ എന്ന സ്ഥലം പറയുമ്പോൾ നമ്മളെ മനസ്സിൽ SM സർവറിന്റെ പൈതായിഷായ സ്ഥലമാണ് കാട്ടൂർ എന്ന് ഓർമ്മ വരണം. പിന്നെ 26 ജനുവരി 2026, 2026 ജനുവരി 26. ജനുവരി 26ന്റെ പ്രത്യേകത യൗമെ ജംഹൂരിയയാണ്. നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അത് ഏറ്റവും കണക്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കണം. അപ്പൊ 26 ജനുവരി 2026. പ്യാരെ ഭായി ജാൻ ആദാബ്. പ്രിയപ്പെട്ട സഹോദര, ആദാബ് ഉണ്ട്. ഉമ്മീദ് ഹേ കെ ആപ് ഖൈരിയത്ത് സെ ഹോംഗെ. നിങ്ങൾക്ക് സുഖമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ഒരു നജ്ജിഹത്ത് തുടങ്ങേണ്ടത്. നജ്ജിഹത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മുടെ ഉമ്മാക്ക്, നമ്മളെ ഉപ്പാക്ക്, നമ്മളെ ഭായി ജാന്, നമ്മളെ ദോസ്തിന്, ഇവരായിട്ട് നമുക്ക് ഭയങ്കര നല്ല അടുപ്പുണ്ടാവും. നല്ല അടുപ്പുള്ള ആൾക്കാർക്ക് കത്തെഴുതുമ്പോൾ അതിന് പറയുന്ന പേരാണ് നജ്ജിഹത്ത്, നജ്ജിഹുത്തൂത്ത്. അപ്പൊ നജ്ജിഹത്ത്
കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത് ഈ രീതിയിലാണ് എഴുതേണ്ടത്. എന്ത്? പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ദോസ്തെ, പ്രിയപ്പെട്ട ഭായിജാനെ, ആദാബ് എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത്. അതിനുശേഷം ഉമീദ് ഹേ കെ ആപ്പ് ഖൈരിയത്ത് സെ ഹോഗെ, ഞങ്ങൾക്ക് സുഖാണ് എന്ന് ഞാൻ കരുതുന്നു. യഹാം ഹം സബ് ആഫിയത്ത് സെ ഹെ, ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കും സുഖമാണ്. അവിടെ നിങ്ങൾക്ക് സുഖാണ് എന്ന് കരുതുന്നു, ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കും സുഖാണ് എന്നുള്ളതാണ് പൊതുവെ ഇത്തരത്തിലുള്ള കത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നിട്ട് പറയാണ് മേരി പടായി അച്ചി തരാ ചൽ രഹി ഹെ, എൻ്റെ പഠനമൊക്കെ നല്ലപോലെ പോകുന്നുണ്ട് കേട്ടോ. മേ ജില്ലാ കലോത്സവ് കെ നസം ഖാനി മുക്കാബലെ മേ അവൽ ആയാഹും, ഞാൻ ജില്ലാ കലോത്സവത്തിലെ പദ്യം ചൊല്ലൽ മത്സരത്തിൽ ഫസ്റ്റ് ആയിട്ടുണ്ട്. ഗർമേ സബിനെ മുझे ശാബാശി ദി, വീട്ടിലുള്ള എല്ലാവരും എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. ഭായിജാൻ ആപ്പ് കബ് ആയേഗെ, ഭായിജാനെ നീ എപ്പോഴങ്ങോട്ട് വരിക? ആപ്സെ മിൽനെ കോ ജി ചാഹത്താ ഹൂം, നിന്നെ കാണണമെന്ന് എൻ്റെ മനസ്സ് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഹം സബ് ആപ്കെ ഇന്തിസാർ മേ ഹെ, ഞങ്ങളെല്ലാവരും നിങ്ങളെയും കാത്തുവിടെ ഇരിക്കുകയാണ്. ആപ്പ് ജബ് ആയെങ്കെ, നിങ്ങൾ എപ്പോഴാണോ വരിക, മേ ബി അബ്ബാജാൻ കെ സാത്ത്, അപ്പോൾ ഞാനും അബ്ബാജാന്റെ കൂടെ ഹവായി അഡേ പർ ആവുക, ഹവായി അഡയിലെ എയർപോർട്ടിലേക്ക് ഞാനും വരാം. ആപ്ക പ്യാര ബായി ജമീൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ബായി ജമീൽ. ഇതാണ് കത്ത്. കത്ത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇതിലെ പ്രവർത്തനങ്ങളാണ്, നമുക്ക് ഘട്ടം ഘട്ടമായി പതുക്കെ ചർച്ച ചെയ്യാം.